കൊച്ചിയിലെ കുഴൽപ്പണവേട്ടയിൽ വ്യവസായി രാജ മുഹമ്മദിനെ ചോദ്യം ചെയ്ത പോലീസ്. മാർക്കറ്റ് റോഡിലെ കെട്ടിടം വാടകയ്ക്ക് എടുത്തിരുന്നെന്നും ഇതിന്റെ നവീകരണത്തിനടക്കമാണ് 2.7 കോടി കൊടുത്തുവിട്ടതെന്നും രാജ മുഹമ്മദ് മൊഴി നൽകി. തമിഴ്നാട്ടിലെ ഭൂമി വിറ്റും ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ചുമുള്ള പണമാണ് കൈമാറിയത്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള രേഖകളുണ്ടെന്ന് മൊഴി. എന്നാൽ രാജ മുഹമ്മദിന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിന് ശേഷം വിശദമായ റിപ്പോർട്ട് ഇഡിക്കും ഐടിക്കും കൈമാറും. എസ് ശരൺ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന്. എസ് ശരൺ, പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ടോ? സുജയ, ഇപ്പോഴും വ്യക്തതക്കുറവുണ്ടെന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് രാജ മുഹമ്മദിനെ ഹാർബർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തത്. രണ്ട് കാര്യങ്ങൾ വ്യക്തത വരുത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിലൂടെ ലക്ഷ്യമിട്ടത്. ഒന്ന്, ഇത് എവിടേക്ക് കൊണ്ടുവന്ന പണമാണെന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ മൊഴിയായി നൽകിയത് ഈ മാർക്കറ്റ് റോഡിലെ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിരുന്നു, അതിന്റെ നവീകരണ പ്രവർത്തനത്തിനടക്കമാണ് ഇത്രത്തോളം പണം അവിടേക്ക് എത്തിച്ചതെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായി തന്നെ രേഖകളുണ്ടെന്നുള്ളതും ഇയാൾ മൊഴിയായി നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ സ്ഥലം വിറ്റതിൽ നിന്ന് ലഭിച്ച പണമുണ്ട്. ഇതിന് പുറമെ തന്നെ സമീപകാലത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയും ഒപ്പം സുഹൃത്തുക്കളിൽ നിന്ന് കടമായി വാങ്ങിയ പണമടക്കമാണ് ഇതെന്നുള്ളതാണ്. പക്ഷേ ഇയാളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം പോലീസ് പറയുന്നത് പോലീസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇയാൾ എത്രത്തോളം തുകയാണ് ഇത്തരത്തിൽ ഉറവിടം ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ സോഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിച്ചത് പോലീസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് 1 കോടിയിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ. അപ്പോൾ ബാക്കി തുകയുടെ ഉറവിടം സംബന്ധിച്ചുള്ള കാര്യം കൂടി ഇയാൾ വ്യക്തത വരുത്തിയാൽ മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും നിലവിൽ പോലീസ് തുടരുന്നത് വിശദമായ വിവരശേഖരണമാണ്. പരമാവധി വിവരശേഖരണം പൂർത്തിയായ ശേഷം ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും കൈമാറുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 2 പേരാണ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറായ തമിഴ്നാട് സ്വദേശിയായ രാജഗോപാലാണ്. ഇതിന് പുറമെ തന്നെ ബീഹാർ സ്വദേശിയായ ഒരാൾ കൂടി കസ്റ്റഡി ഉണ്ടായിരുന്നു. ഈ 2 പേരെയും ഇന്നലെ വൈകിട്ട് ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സുജയ.